ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവാതിര എന്ന് വെച്ചാൽ ഇന്നും തിരുവാതിരയാണ്, നാളെയും തിരുവാതിരയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ട് അങ്ങ് വ്രതം എടുത്ത് നാളെ അങ്ങ് വ്രതമാക്കാമെന്ന്. കാരണം ഇങ്ങനെ രണ്ടായിട്ട് വരുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചു നാളെ എടുക്കാമെന്ന്, അതായത് തിങ്കളാഴ്ച എടുക്കാമെന്ന്. ഇന്ന് ജസ്റ്റ് എന്താ പറയുന്നത്, നോൺ ഒഴിവാക്കി രാവിലെ രാവിലെ എല്ലാം വൃത്തിയായി നോൺ ഒഴിവാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം മതി എന്നാണ് ആദ്യം ഞാൻ വിചാരിച്ചത്. പക്ഷേ പിന്നെ ഞാനിങ്ങനെ കണ്ടു, ഇന്ന് ഉച്ച തൊട്ട് തിരുവാതിര, നാളെ രാവിലെ 10:30 വരെ ഉള്ളെന്നൊക്കെ കേൾക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്നും നമുക്ക് ആ ഒരു മനസ്സമാധാനം എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു മനസ്സമാധാനമൊക്കെ ഇടുവേണ്ടല്ലോ. അപ്പം ഇന്നും നാളെ അങ്ങ് തിരുവാതിരയാക്കാമെന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ എടുത്തില്ല തിരുവാതിര, കാരണം എനിക്ക് വയ്യാതിരുന്നോണ്ട് ഒന്നും എടുത്തില്ല. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം വരെ എനിക്ക് പറ്റുമ്പോഴൊക്കെ പറ്റുന്ന വർഷങ്ങളിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇത്തവണ പക്ഷെ ഞാൻ തിരുവാതിര പുഴുക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഇത്തവണ ഞാൻ ഉണ്ടാക്കുന്നില്ല, കാരണം നാളെ ഞങ്ങൾ നാട്ടിൽ പോവാം ഒരു 1 വീക്ക്. പിന്നെ പിന്നെ അടുത്ത ചൊവ്വാഴ്ച ഞങ്ങൾ വരത്തുള്ളൂ. അടുത്ത തിങ്കളാഴ്ച കയറും, ചൊവ്വാഴ്ച എത്തും. ഈ തിങ്കളാഴ്ച കയറും, ചൊവ്വാഴ്ച എത്തും. അതുപോലെ തന്നെ തിരിച്ച് അടുത്ത തിങ്കളാഴ്ച കയറും. അപ്പം അങ്ങനെ ആയതുകൊണ്ട് ഞാൻ മാത്രമേ ഇത് കഴിക്കത്തുള്ളൂ. ശ്രീഹരിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം എന്തായാലും നമ്മൾ ഈ പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കും. അപ്പം എന്തായാലും 2-3 ദിവസം അതിരിക്കും. അത് വെച്ചിരുന്നു വേണം. വെറുതെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇവിടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ മലയാളിക്കടയിലൊക്കെ ഇന്നലെ തൊട്ട് ഉണ്ട് ഈ പുഴുക്കിൻ്റെ തിരുവാതിരയുടെ എല്ലാ കാര്യങ്ങളും അവർ എടുത്തു വെച്ചിരിക്കും. അപ്പം അങ്ങോട്ട് ഒക്കെ അത് പിന്നെ അതങ്ങ് വേസ്റ്റ് ആവും. പിന്നെ നാളെ ഞങ്ങൾ പോവല്ലേ, വേസ്റ്റൊക്കെ ഇന്നും കുറയ്ക്കണം ആക്ച്വലി. കാരണം വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ട് വേണ്ടേ പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ തിരുവാതിര പുഴുക്കിൻ്റെ കാര്യം അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പം തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ വ്രതം അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നാളെ ഞാൻ ഫുൾ ഗോതമ്പ് ഐറ്റംസ് ആയിരിക്കും. മറ്റന്നാൾ വെളുപ്പിന് ഞങ്ങൾ നാട്ടിലെത്തും. അപ്പം ഇന്ന് രാവിലെ ഞാൻ വിചാരിച്ചു ശ്രീഹരിക്ക് ഞാൻ വേറെ ഒന്നും എൻ്റെ കയ്യിൽ അരിയോടുന്ന മാവുകളൊന്നും ഇരിപ്പില്ല. ശ്രീഹരിക്ക് ഞാൻ ഗോതമ്പ് ദോശ, എനിക്ക് ഗോതമ്പിൻ്റെ കൊഴുക്കട്ട ഉണ്ടാക്കാം. കാരണം എനിക്ക് ഗോതമ്പ് ദോശ ഇപ്പം വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഗോതമ്പ് ദോശയും ചമ്മന്തി ഉണ്ടാക്കാം. ശ്രീഹരിക്ക് ഗോതമ്പ് ദോശ ചമ്മന്തി ഉണ്ടാക്കാം, എനിക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. ഉച്ചയ്ക്ക് ശ്രീഹരിക്ക് ഒരു ഊണ് കുറച്ച് തീയലും ചീര ഇരിക്കൊണ്ട് തോരനും തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അപ്പം നാളെ ശ്രീഹരി കൂട്ടിക്കോളും. എനിക്ക് നാളെ വലിയ കുക്കിംഗ് ഇല്ലാതാവും. കാരണം ഇവിടുത്തെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നാളെ പോകുന്നതിന് മുമ്പ് നടത്തണമല്ലോ. അപ്പം ശ്രീഹരിക്കാണെങ്കിൽ നാളെ ഓഫീസിലും പോകണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തീയൽ വെക്കാം. ഇന്നൊരു തീയൽ ചേന ഉള്ളിയും കൂടെ ചേർത്ത് തീയലും വെക്കാം. ചീര പിന്നെ ഇന്ന് അങ്ങ് എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. എന്താ പറയുന്നത്, ചീരത്തോരൻ കഴിച്ചോളൂ. അത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് വയ്ക്കാനൊന്നുമില്ല. പിന്നെ ചേന ഉള്ളിയും മുരിങ്ങയ്ക്കയും കൂടെ തീയൽ വെക്കാം. പിന്നെ കുമ്പളങ്ങ പച്ചടി. ഇതാണ് എൻ്റെ ഒരു ഇന്നത്തെ കണക്ക് കൂട്ടൽ. പിന്നെ കുറച്ച് ശ്രീഹരിക്ക് മോര് കാച്ചിയ ഇരിപ്പുണ്ട്. ചീരത്തോരനൊന്നും ഞാൻ കാണിക്കുന്നില്ല, എല്ലാ ദിവസവും ഉള്ളതാണ്. ഇനി നാളെയൊക്കെ ചീരത്തോരനുണ്ട്. നാളെ കൊണ്ട് ചീരത്തോരനൊക്കെ വെച്ച് ചീരയൊക്കെ തീർക്കും. നാളെ ഇപ്പോൾ ഒരു തോരൻ മാത്രം, ചീരയുടെ ഒരു ഐറ്റം മാത്രം വെച്ചാൽ മതി. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എന്ത് കഴിക്കുമെന്ന, നുറുക്ക് ഗോതമ്പാണ് സാധാരണ എടുക്കുന്നത്. ഉപ്മാവ് അത് ഞാൻ വിചാരിച്ചു നാളെ ഉണ്ടാക്കാമെന്ന്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് പിന്നെ ഈ തിരുവാതിര വ്രതത്തിനാണ് ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കാൻ പറ്റുന്നത്. വേറെ ഒരു വ്രതത്തിനും നമുക്ക് ഏത്തപ്പഴം കഴിക്കാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വേറെ വ്രതങ്ങളൊക്കെ എടുക്കുമ്പോഴും തിരുവാതിര വ്രതത്തിനാണ് കൂടുതലും ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവിടെ ഉണ്ടല്ലോ രാവിലെ നമുക്ക് കുളിക്കാൻ പറ്റത്തില്ല. രാവിലെ
എന്താ പറയുന്നത്, രാവിലെ ഈ ഭയങ്കര തണുപ്പല്ലേ, ഞാൻ കാണിക്കാം. ഈ തണുപ്പത്ത് തല കുളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജയപ്പച്ചി പറഞ്ഞു തന്നതിൻ്റെ ഈ നനഞ്ഞ തോർത്തിട്ട് തല നല്ലപോലെ തോർത്തുക, അതാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള വ്രത സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ വിൻ്റർ കാലാവസ്ഥയിലാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് അങ്ങനെ. അല്ലാതെ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പനി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഈ തണുപ്പത്ത്. ഇപ്പം സമയം ഒരു 7 മണി ആയിട്ടേ ഉള്ളൂ. അപ്പം ഈ തണുപ്പത്ത് നല്ല ചാൻസ് ഉണ്ട്. അതിനാൽ അപ്പം ഇന്ന് ഞാനാണ് ചായ ഇടുന്നത്, കാരണം എനിക്ക് കുടിക്കണമല്ലോ. ശ്രീഹരി രാവിലെ പിന്നെ ഈ തണുപ്പത്ത് കുളിക്കാൻ പോവില്ലേ, അപ്പം ശ്രീഹരി കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ശ്രീഹരി മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇവിടെ ചായ ശ്രീഹരിയുടെ വകയാണ്. പിന്നെന്താ, അപ്പം പക്ഷെ ഇന്ന് ഞാനാ ചായ ഇടുന്നത്, കാരണം ഞാനിന്ന് കുളിച്ചെല്ലാം വൃത്തിയായി എല്ലാം നിൽക്കുകയാണ്. അപ്പം ഞാൻ ചായ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ്. അപ്പം നമുക്കിനി ചായ ഇടാം. പിന്നുണ്ടല്ലോ, ഞാൻ എൻ്റെ പ്ലാനൊക്കെ അങ്ങ് മാറ്റി. ഞാൻ ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് ഇല ഇരിപ്പുണ്ടായിരുന്നു, ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓട്ടട ഉണ്ടാക്കുകയാണ്. അപ്പോൾ ശ്രീഹരി എനിക്ക് ഗോതമ്പ് ദോശ ശ്രീഹരി ചുട്ടോളാമെന്ന് പറഞ്ഞു ശ്രീഹരിയുടെ. അപ്പം അത് ചുടുവാണ്. ഞാൻ അതിനിടയ്ക്ക് ചമ്മന്തി അരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ശ്രീഹരിക്കുള്ള. അപ്പം ഞാൻ പിന്നെ ഈ ഓട്ടട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കണം. നമ്മുടെ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ട് പരത്തിയാൽ മതി. മീൻസ് കുറച്ച് ലൂസായിട്ട് കുഴച്ചാൽ മതി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത്. എന്നിട്ടിത് ഇലയിലങ്ങ് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടടയുടെ സംഭവം റെഡിയാവും. പിന്നെ അതിനകത്ത് ഫില്ലിങ് വേണ്ടല്ലോ, അപ്പം വേണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത്, ഞാനിപ്പം വരട്ടുന്നൊന്നുമില്ല ഓട്ടടയ്ക്ക്, ജസ്റ്റ് തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് വെക്കുന്നതേ ഉള്ളൂ. വേറൊന്നും ഞാൻ അതിനകത്ത് ചേർക്കുന്നില്ല. വരട്ടി ഞാൻ വിചാരിച്ചു അടയ്ക്കെടുക്കാമെന്ന്, ആവി വേവിക്കുന്ന അടയ്ക്കെങ്ങാനും. മിക്കവാറും ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓട്ടടയ്ക്ക് എപ്പോഴും ഇങ്ങനെ ചുമ്മാ മിക്സ് ചെയ്ത് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇടും, ആ ഒരു ടേസ്റ്റ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇലയിലേക്ക് വെച്ച് കുറച്ച് വെള്ളം തൊട്ട് വേണം ഇത് പരത്താൻ വേണ്ടിയിട്ട്. അപ്പം നല്ലതായിട്ട് വെള്ളം തൊട്ടാൽ ഇത് പരത്തുമ്പം വൃത്തിയായിട്ട് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ കയ്യിൽ ഒട്ടിപ്പിടിച്ച് പോകത്തില്ല. അപ്പം വെള്ളം തൊട്ട് നന്നായിട്ട് അങ്ങ് പരത്തിയെടുത്താൽ മതി. പിന്നെന്താ, എത്രത്തോളം ഘനം വേണം, ചിലർക്ക് ഘനം തീരെ കുറഞ്ഞിരിക്കണം, ചിലർക്ക് ഘനം ഉള്ളതായിരിക്കും ഇഷ്ടം. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് പരത്തുക. എന്നിട്ട് ഫില്ലിങ് ഇതുപോലെ, ചിലർക്ക് ഒത്തിരി ഫില്ലിങ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഫില്ലിങ് അധികം വേണ്ട, അങ്ങനെ ഉള്ള ഇഷ്ടമുള്ളവരായിരിക്കുമല്ലോ. അപ്പം അതെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് ചെയ്യാം. പിന്നെ കറക്റ്റ് 2 ഓട്ടടയ്ക്കുള്ള ഇത് തന്നെയായിരുന്നു എൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ. മാവ് മാത്രം ഒരു ശകലം എക്സ്ട്രാ വന്നു. അപ്പം എനിക്ക് മാത്രം മതിയായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഓട്ടട ഉണ്ടാക്കി. അത് ഞാൻ നമ്മുടെ ദോശക്കല്ലേ വെച്ചാണ് 2 സൈഡും നന്നായിട്ട് അങ്ങ് പൊള്ളിച്ചങ്ങ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടട റെഡിയാവും. ഈ ചപ്പാത്തിയൊക്കെ ആകുന്ന കൂട്ട്. എനിക്ക് ഓട്ടട ഇഷ്ടമാണ്, മറ്റേ ഇലയുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അത് ഇഷ്ടമാണെങ്കിലും ഉണ്ടാക്കുന്ന വളരെ കുറവാണ്. ഇല മേടിക്കുമ്പോഴൊക്കെ ഞാനങ്ങ് മറന്നേ പോവും ഈ ഒരു കാര്യത്തെപ്പറ്റി. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ വ്രതമാകുമ്പം നമുക്ക് ഗോതമ്പല്ലേ ഇവിടെ ഈ തിരുവാതിരയ്ക്ക് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഗോതമ്പാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയത്. അപ്പം ആ ഗോതമ്പിൻ്റെ എന്തെങ്കിലും ഇത് കഴിക്കാമെന്ന് വിചാരിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന്, ആദ്യം കൊഴുക്കട്ടെ ഓർമ്മ വന്ന് ഈ ഇല ഇരിക്കുന്ന കണ്ടപ്പോഴാണ് ഇതങ്ങ് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത്. അപ്പം അങ്ങനെ ഞാൻ ഓട്ടട ഉണ്ടാക്കിയാണ് രാവിലെ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചക്കത്തേക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ശ്രീഹരിക്ക് മാത്രം, അത് ഞാൻ ഇന്നത്തേക്കും നാളത്തേക്കും വേണ്ടിയിട്ടുള്ള കൂട്ടാനങ്ങ് ശ്രീഹരിക്ക് ഉണ്ടാക്കുക ചെയ്തത്. ഞാൻ എൻ്റെ പ്ലാനെല്ലാം മാറ്റി. ഞാൻ
വിചാരിച്ചത് തീയിൽ വെക്കാമെന്നില്ല. ഞാൻ തീയിൽ മതി, ശ്രീഹരി തീയിൽ വേണ്ടെന്ന് പറഞ്ഞു. മോര് കാച്ചിയതും ചേനയും കായും കൂടിയിട്ട് ഒരു മോര് കാച്ചിയതാക്കി. മോര് കാച്ചിയതല്ല, പുളിശ്ശേരി, നമ്മുടെ തേങ്ങ അരച്ച ഒരു പുളിശ്ശേരി ആക്കി. പിന്നെ ഞാൻ ഇന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ ഞാനങ്ങ് തീർക്കുകയാണ്. നാളെ ഞാൻ പ്രത്യേകിച്ച് വലിയ ഉച്ചയ്ക്ക് കുക്കിംഗ് ചെയ്യുന്നില്ല. ചോറ് മാത്രമേ വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ കുറച്ച് ചീരയില ഇരിപ്പുണ്ട്, അതങ്ങ് തോരനുമാക്കി നാളെ അങ്ങനെ അങ്ങ് ആക്കാൻ എൻ്റെ ഒരു തീരുമാനം. അപ്പം കുറച്ച് കുമ്പളങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ പച്ചടിക്ക് വേണ്ടിയിട്ട് വേവിച്ചു. പിന്നെ ആസ് യൂഷ്വൽ ചീരത്തോരൻ. ഇതാണ് ഇന്ന് ശ്രീഹരിയുടെ ലഞ്ച്. ഞാൻ വിചാരിച്ചു ഞാൻ ഇന്ന് ഏത്തപ്പഴം പുഴുങ്ങിയത് കഴിക്കാമെന്ന്. എനിക്കിനി പ്രത്യേകിച്ച് നുറുക്ക് ഗോതമ്പൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ ഇന്ന് ഏത്തപ്പഴം പുഴുങ്ങിയതും കഴിച്ച് രാത്രിയിലും എന്തെങ്കിലും വല്ലോ അടയോ വല്ലോ ഈ പറഞ്ഞ ഓട്ടടയല്ല, അല്ലാതെ മറ്റേ വത്സനല്ല, നമ്മൾ ആവി കയറ്റിയ നല്ല ഗോതമ്പടയില്ല, അത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് വെക്കാമെന്ന് വിചാരിച്ച് തേങ്ങയൊക്കെ വരട്ടി. ശ്രീഹരിക്ക് ഗോതമ്പ് ദോശയായിരിക്കും. കുക്കിംഗ് ഒന്നും ഇത്ര വലിയ സ്പെഷ്യലൊന്നും ഇന്നും നാളെയൊന്നും, നമ്മൾ വ്രതമൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ, കഴിഞ്ഞ ആഴ്ചകളെ പോലെയല്ല, ഒരു മൈൽഡായിട്ടുള്ള കുക്കിങ്ങാണ്. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഇന്ന് വെച്ച് വെക്കുന്നു. അപ്പം നാളെ എനിക്ക് കുറേ സമയം കിട്ടും. എനിക്ക് ബാക്കി ഇവിടുത്തെ കുറച്ച് ക്ലീനിങ് പരിപാടികളും ഒക്കെ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഫ്രിഡ്ജെല്ലാം ഒന്ന് വൃത്തിയാക്കി എല്ലാം ഒഴിപ്പിച്ച് എല്ലാം കളഞ്ഞൊന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പോയില്ലെങ്കിൽ തിരിച്ചു വരും. ഞങ്ങൾ ഓഫ് ചെയ്തിടത്തില്ല ഫ്രിഡ്ജ് ഒരാഴ്ചത്തേക്കല്ലേ പോകുന്നത്. ഒരാഴ്ചത്തേക്ക് പോയാലും ഇപ്പോൾ 10 ദിവസത്തേക്ക് പോയാലും എത്ര ദിവസത്തേക്ക് പോയാലും ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാറില്ല. കാരണം ഓഫ് ചെയ്തിട്ടിട്ട് പോകുമ്പോഴാണ് ഭയങ്കരമായ പ്രശ്നം വരുന്നത്. ഞാനങ്ങനെ പോയിട്ടുണ്ട്. അപ്പോഴാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരുമാതിരി ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഞാൻ ഫുൾ ഫ്രിഡ്ജ് ക്ലീനാക്കി വെക്കാൻ പറ്റുന്ന പച്ചക്കറികൾ ഞാൻ നല്ലതായിട്ട് വെക്കും. അപ്പം തക്കാളി, ക്യാരറ്റ് അങ്ങനെയുള്ള, ഇതുപോലെ കുമ്പളങ്ങ വെള്ളരിക്കൊന്നും വെക്കത്തില്ല, എന്തായാലും ചീത്തയായി പോവും. തക്കാളി, ക്യാരറ്റ് അങ്ങനെ ചീത്തയാകാത്ത കുറച്ച് പച്ചക്കറികളുണ്ടല്ലോ, അത് ഞാൻ ഫ്രിഡ്ജിനകത്ത് അത് അധികം ഉണ്ടെങ്കിൽ ഞാനങ്ങ് വെക്കും. വന്നു കഴിയുമ്പം എടുക്കാൻ പറ്റുമെങ്കിലോ എന്ന് വിചാരിച്ച്. കുറച്ചുകൂടെ പച്ചയൊക്കെ ആണെങ്കിൽ, പിന്നെ ചേന, അതൊന്നും ഞാൻ എന്തായാലും അതൊന്നും അങ്ങനെ അങ്ങ് കേടാവത്തൊന്നുമില്ല. കൂടുതലും വെള്ളരിക്ക, കുമ്പളങ്ങ, എന്താ പറയുന്ന ആ ഒരു ടൈപ്പ് പെട്ടെന്ന് ഇലവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള ടൈപ്പാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പെട്ടെന്ന് ഇവിടെ അങ്ങ് കേടായി പോകുന്നത്. നമുക്കിന്നും പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് അരച്ച് പുളിശ്ശേരിയൊക്കെ റെഡിയാക്കി പച്ചടിയൊക്കെ വെക്കാം. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വലിയ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഏത്തപ്പഴം പുഴുങ്ങിയതാണ് കഴിച്ചത്. പിന്നെ ചീരത്തോരനൊക്കെ റെഡിയായി. നമ്മുടെ ചേനയും കായും കൂടെയുള്ള പുളിശ്ശേരി റെഡിയായി. പിന്നെന്താണ്, ഇത് പച്ചടി, ഓമയ്ക്ക പച്ചടി. ഇത് രണ്ടും നാളത്തേക്കും കൂടെ ഉള്ളതാണ്. ചീരത്തോരൻ പിന്നെ ശ്രീഹരി ഇന്ന് തന്നെ കൂട്ടി കഴിച്ചോളും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ രാത്രിയിലത്തേക്കാണ് പോകുന്നത്. കാരണം ഇതിനിടയ്ക്കുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ശ്രീഹരി ഉള്ളപ്പോൾ തന്നെ പാക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ അതങ്ങ് ചെയ്ത് അങ്ങ് തീർക്കും. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ എല്ലാം ഡ്രസ്സെല്ലാം അങ്ങ് നാളത്തേക്ക് ഞാൻ വെച്ചില്ല, പോകുന്ന ദിവസത്തേക്ക് വെച്ചില്ല, അങ്ങ് പാക്ക് ചെയ്തങ്ങ് വെച്ചു. അപ്പം ഞാൻ രാത്രിയിൽ അട കഴിക്കാമെന്ന് വിചാരിച്ചു. ശ്രീഹരിക്ക് ദോശയാണ്, ഞാൻ മറ്റേ ഗോതമ്പട ഇലയട കഴിക്കാമെന്ന് വിചാരിച്ചു, ആവി കയറ്റിയ അട. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര ഒന്ന് പാനിയാക്കിയിട്ട് അതിലേക്ക് തേങ്ങ തിരുമ്മിയതും കുറച്ച് നെയ്യും ഏലക്കയും പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും ഒക്കെ ചേർത്തങ്ങ് നന്നായിട്ടങ്ങ് വരട്ടി എടുത്തു. അത്രേ ഉള്ളൂ, വലിയൊരു ഇതൊന്നുമില്ല, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ അതുപോലെ തന്നെ മാവ് കുഴച്ചെടുക്കുക. ഓട്ടടയ്ക്ക് കുഴയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ കുഴച്ചത്. എന്നിട്ട് ഇത് നന്നായിട്ട് പരത്തിയിട്ട്, ഇതുപോലെ വെള്ളം തൊട്ട് തന്നെ പരത്തുമ്പം നന്നായിട്ടത് പരന്ന് വരും. പരത്തിയിട്ട് നമ്മുടെ ഈ ഫില്ലിങ് അതിനകത്ത് വെച്ച് മടക്കി അങ്ങ് ആവി കയറ്റി എടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം.
അപ്പം നമ്മുടെ ആട ഇവിടെ റെഡിയായി. ഗോതമ്പട, ഗോതമ്പിൻ്റെ ഇലയട. അപ്പോൾ എനിക്കിത് രണ്ടും ഓട്ടടയും ഗോതമ്പടയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഇലയട ടൈപ്പ് എല്ലാം. പക്ഷെ ഞാനിത് ഉണ്ടാക്കാൻ എപ്പോഴും ഇല ഇവിടെ ഇരുന്നാലും ഞാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല, ഞാനങ്ങ് മറന്നു പോകും. ഇത്തവണ ഇപ്പം ഇത് വ്രതമായപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്. എനിക്ക് ഈ ഗോതമ്പ് ദോശയും നുറുക്ക് ഗോതമ്പും ഒന്നും കഴിക്കാൻ എന്തുകൊണ്ടോ തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇല ഇവിടെ ഇരിപ്പുണ്ട്, അപ്പം നമുക്ക് അട ഉണ്ടാക്കി കഴിക്കാമെന്ന്. അങ്ങനെയാണ് ഞാനിന്ന് ഉണ്ടാക്കിയത്. ഹായ്, അപ്പോൾ നമ്മളാണെങ്കിൽ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച തൊട്ടങ്ങോട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ അങ്ങോട്ട് പറ്റിയില്ല. ഇന്നത്തെ ദിവസം നേരെ ചൊവ്വേ എന്താ പറയുന്ന ഫുഡാണെങ്കിലും ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ എടുക്കാനും ഇന്ന് പറ്റിയില്ല. കാരണം കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, പാക്കിങ്ങിൻ്റെ കാര്യവും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും എനിക്ക് എടുക്കാനുള്ള ഇതങ്ങ് പോയി. പിന്നെ രാവിലെ എടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കിത് പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കാനും ഒരു എന്താ പറയുന്നത്, എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യുക അതൊരു മനസ്സമാധാനമില്ല. അത് പിന്നെ അത്ര രാവിലെ എടുത്തിട്ട് പിന്നെ അത് ഇടാതിരിക്കാൻ എനിക്ക് തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു തരത്തിലെല്ലാം അവസാനിപ്പിച്ചു ഇന്നത്തെ വീഡിയോ എടുപ്പ്. പിന്നെന്താണ്, ഞാൻ ആക്ച്വലി നാളെ കൂടെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നത്തെ ഒരു എടുപ്പിൽ എനിക്കറിയത്തില്ല നാളെ ഇനി എത്രത്തോളം. പക്ഷെ ഞാൻ ഒരുമാതിരി പാക്കിങ് കാര്യങ്ങളൊക്കെ അങ്ങ് തീർത്ത് വെച്ച്. കാരണം നാളെ തിക്കും തിരക്കിലും എനിക്ക് പറ്റത്തില്ല, എല്ലാം കൂടെ എനിക്ക് തിക്കും തിരക്കും വരുന്നത് വലിയ ഇഷ്ടമുള്ള, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ല എല്ലാം കൂടെ പെട്ടെന്ന് ധൃതിക്ക് ചെയ്യുന്നത്. അപ്പോൾ പാക്കിങ് അങ്ങ് ഇതാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഇവിടുത്തെ കുറച്ച് ക്ലീനിങ് പരിപാടി. ഞാൻ നാളെ ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് മാത്രം വെച്ചാൽ മതി. പിന്നെ കൂട്ടാനുകളൊക്കെ ഇരിപ്പുണ്ട് ശ്രീഹരിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കും ഞാൻ നാളെ രാവിലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് കഴിക്കും. പിന്നെ നമുക്ക് ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂടെ ഉണ്ടാക്കണം. അപ്പം അങ്ങനത്തെ ചില പരിപാടികളാണ്. പിന്നെ ക്ലീനിങ്ങും ചെറുതായിട്ടല്ല, അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത്രയും കാര്യങ്ങളാണ് നാളത്തെ. അപ്പം നാളെ എന്താ പറയുന്നത്, നാളെ 10:30 വരെ ഉള്ളൂ എന്ന് പറയും, ഞാനിങ്ങനെ കേട്ടു തിരുവാതിരയുടെ നാള്. അപ്പം ഞാൻ നാളെയും കൂടെ അങ്ങ് എടുക്കുകയാണ്. ഇന്നെടുത്തു, ഇന്ന് ഒരുമാതിരി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റി. നാളെയും കൂടെ എടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ വീഡിയോ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.